Hello, welcome to Red Short Talks. സ്വാഗതം. നമ്മൾ ഇന്ന് നിഫ്റ്റിയുടെ ഒരു വിശകലനമാണ് നടത്തുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ ഒരു വലിയ മുന്നേറ്റം നമ്മൾ കണ്ടു, അല്ലേ? അതെ, 25,000-ൽ നിന്ന് ഏതാണ്ട് 25,700 വരെ എത്തി. അതെ, ആ ഒരു കുതിപ്പ്. പക്ഷേ ഇന്നലെ, അതായത് ജൂലൈ 10-ന് NSE ഡാറ്റ വെച്ച് നോക്കുമ്പോൾ എന്തോ ചില മാറ്റങ്ങൾ പോലെ, ആ കുതിപ്പിനൊരു ബ്രേക്ക് വന്നതുപോലെ. ശരിയാണ്. ജൂലൈ 10-ലെ ആ 15 മിനിറ്റ് ചാർട്ട് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഒരു തളർച്ചയുടെ സൂചനയാണ് കാണുന്നത്. തളർച്ചയെന്ന് പറയുമ്പോൾ അതായത് വിലയുടെ ഹൈ പോയിന്റുകൾ താഴോട്ട് വരുന്നു, ലോ പോയിന്റുകളും താഴോട്ട് വരുന്നു. ഇതിനെ നമ്മൾ സാധാരണ ലോവർ ഹൈസ്, ലോവർ ലോസ് എന്നൊക്കെ പറയും. മാർക്കറ്റിന്റെ ആ ഒരു അപ് ട്രെൻഡ് ശക്തി കുറയുന്നതിന്റെ ഒരു ലക്ഷണമാണത്. ഓക്കെ, അപ്പോൾ വില ഒരു റേഞ്ചിനുള്ളിൽ ഒതുങ്ങുകയോ അല്ലെങ്കിൽ താഴോട്ട് വരാൻ ശ്രമിക്കുകയോ ആയിരുന്നു? അതെ, ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ ചെറുതായിട്ട് താഴോട്ടുള്ള ഒരു അവസ്ഥ. വ്യാപാരം അവസാനിച്ചത് തന്നെ ഏകദേശം 25,348-ലാണ്. അത് അന്നത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തോട് വളരെ അടുത്താണ്. അതോടൊപ്പം തന്നെ RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അതും ഏകദേശം 35-ലേക്ക് താഴ്ന്നു. അതും ഈയൊരു തളർച്ചയെ ശരിവെക്കുന്നുണ്ട്. 35 എന്ന് പറയുമ്പോൾ അത് കുറവാണല്ലോ. ഓവർസോൾഡിലേക്ക് അടുക്കുന്നു, അല്ലേ? അതെ, ഓവർസോൾഡ് സോണിനടുത്താണ്. വാങ്ങുന്നവരുടെ ആവേശം കുറഞ്ഞു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. ശരി, അപ്പോൾ ഈ ഡേറ്റ വെച്ചിട്ട് അടുത്ത ദിവസത്തേക്ക്, അതായത് ജൂലൈ 11-ലേക്ക് നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും 2 ഏരിയകളാണ് ശ്രദ്ധിക്കേണ്ടത്. താഴെ വിലക്കൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു സോൺ, അത് ഏകദേശം 25,300-നും 25,330-നും ഇടയിലാണ്. 25,300, 330, ഓക്കെ. മുകളിൽ വിലക്കൊരു തടസ്സം, റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുള്ളത് 25,470-നും 25,520-നും ഇടയിലാണ്. 470, 520. അതെ, ഈ 2 സോണുകളോടുള്ള വിലയുടെ പ്രതികരണം, അതാണ് നാളത്തെ, അതായത് ജൂലൈ 11-ലെ മാർക്കറ്റിന്റെ ദിശ നിർണ്ണയിക്കാൻ സാധ്യത. വളരെ നിർണായകമായ 2 സോണുകൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സാധ്യത നോക്കാം. ഈ താഴെയുള്ള സപ്പോർട്ട് സോൺ 25,300, 330, അത് ബ്രേക്ക് ചെയ്താൽ, അതായത് വില അതിനും താഴെ പോയാൽ എന്താണൊരു സാധ്യത? നല്ലൊരു ചോദ്യമാണ്. ഈ വിശകലനമനുസരിച്ച് വില 25,320 എന്ന ലെവലിന് താഴെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, അതായത് ആ സപ്പോർട്ട് ബ്രേക്ക് ആയാൽ, പിന്നെ കൂടുതൽ താഴോട്ട് പോകാനുള്ള ഒരു സൂചനയായിട്ട് അതിനെ കാണാം. ഓക്കെ, അപ്പോൾ ഒരു ഷോർട്ട് ട്രേഡ് സാധ്യത. അതെ, ഒരു ഷോർട്ട് ട്രേഡിനുള്ള സാധ്യത തെളിയുന്നുണ്ട്. അങ്ങനെ വന്നാൽ സ്റ്റോപ്പ് ലോസ് ഒരു 25,390-ലും ടാർജറ്റുകൾ 25,220, അത് ആദ്യത്തെ ടാർഗറ്റ്, പിന്നെ 25,150 രണ്ടാമത്തെ ടാർഗറ്റ് എന്ന നിലയിലും പരിഗണിക്കാവുന്നതാണ്. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ ഷോർട്ട് സാധ്യതയ്ക്ക്? പ്രധാനമായും 3 കാര്യങ്ങൾ. 1, ഈ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുന്നത്. 2, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ദുർബലമായ RSI. 3, ആ ഒരു ലോവർ ഹൈ, ലോവർ ലോ സ്ട്രക്ചർ. ഇതെല്ലാം ഒരു ബെയറിഷ് സിഗ്നലാണ് നൽകുന്നത്. പക്ഷേ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ RSI 35-ൽ നിൽക്കുമ്പോൾ ഒരു ഓവർസോൾഡ് സിറ്റുവേഷൻ അല്ലേ? അപ്പൊ അവിടെ നിന്നൊരു തിരിച്ചുവരവിനും സാധ്യതയില്ലേ? തീർച്ചയായും സാധ്യതയുണ്ട്. അതാണ് രണ്ടാമത്തെ സിനാരിയോ. അതെങ്ങനെയാണ്? 25,330-ലെ സപ്പോർട്ട് ശക്തമായിട്ട് നിൽക്കുന്നു. എന്നിട്ട് വില അവിടെ നിന്ന് തിരിച്ചു കയറുന്നതിന്റെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ. കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു ബുള്ളിഷ് കാൻഡിൽ പോലെ? അതെ, ഒരു നല്ല ബുള്ളിഷ് കാൻഡിൽ പാറ്റേൺ, അല്ലെങ്കിൽ വോളിയം കൂടുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന ലഭിച്ചാൽ ഒരു ലോങ് ട്രേഡ് പരിഗണിക്കാം. പക്ഷേ അത് 25,410 എന്ന ലെവലിന് മുകളിൽ വില സ്റ്റേബിളായാൽ മാത്രം. ഓക്കെ, 410-ന് മുകളിൽ. അതെ, അങ്ങനെ വന്നാൽ സ്റ്റോപ്പ് ലോസ് 25,330-ൽ വെക്കാം. ടാർഗറ്റുകൾ 25,520 ഫസ്റ്റ് ടാർഗറ്റ്, പിന്നെ 25,600 സെക്കൻഡ് ടാർഗറ്റായും കാണാം. ഇതിന്റെ കാരണം ആ ഓവർസോൾഡ് RSI ആണോ? പ്രധാനമായും അതാണ്. ഓവർസോൾഡ് RSI ഒരു പുൾബാക്ക് റാലിക്ക്, അതായത് താൽക്കാലികമായ ഒരു തിരിച്ചുകയറ്റത്തിന് സാധ്യത നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ ലെവൽ ഹോൾഡ് ചെയ്താൽ മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ താഴോട്ട് പോകാനും സാധ്യത, മുകളിലേക്ക് വരാനും സാധ്യത. ഇതിനിടയിൽ ഒരു സോൺ ഉണ്ടല്ലോ, വ്യാപാരം ഒഴിവാക്കാൻ പറയുന്നൊരു മേഖല, അതെവിടെയാണ്? അത് 25,330-നും 25,400-നും ഇടയിലുള്ള സ്ഥലമാണ്.
330നും 400നും ഇടയിൽ. എന്തുകൊണ്ടാണ് അവിടെ ഒഴിവാക്കാൻ പറയുന്നത്? കാരണം മുൻപത്തെ ചാർട്ടുകൾ നോക്കിയാൽ ആ ഒരു ഏരിയയിൽ വില വല്ലാതെ ചാഞ്ചാടിയിട്ടുണ്ട്. പെട്ടെന്ന് മുകളിലേക്കും താഴേക്കും പോകുന്നൊരു സ്വഭാവം. അതിനെ നമ്മളൊരു ചോപ്പി സോൺ എന്നൊക്കെ പറയും. ഓക്കെ, ഡിമാൻഡും സപ്ലൈയും തമ്മിൽ ഒരു ക്ലാഷ് നടക്കുന്ന സ്ഥലം പോലെ. പാടാണ്. അതുകൊണ്ട് ആ സോണിൽ ട്രേഡ് ചെയ്യുന്നത് കുറച്ച് റിസ്കിയാണ്. തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. ശരി, അപ്പോൾ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. വളരെ വ്യക്തമായി. അപ്പോൾ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ജൂലൈ 10ലെ ഡേറ്റ പ്രകാരം നിഫ്റ്റി ഒരു നിർണായക അവസ്ഥയിലാണ് നിൽക്കുന്നത്. താഴെ 25,300-330 എന്ന സപ്പോർട്ട് സോൺ, അതെ, മുകളിൽ 25,470-520 എന്ന റെസിസ്റ്റൻസ് സോൺ. ശരിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് സോണുകളോടുള്ള വിപണിയുടെ പ്രതികരണമാണ്. ഒന്നുകിൽ താഴെയുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ടു പോകാം, അല്ലെങ്കിൽ അവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് തിരിച്ചു വരാം. അതെ, ആ 25,410 മുകളിൽ പോയാൽ മുകളിലേക്കും ഒരു സാധ്യതയുണ്ട്. കൃത്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: 25,300-330 സോൺ തകർന്നാൽ എന്ത് സംഭവിക്കും? അതോ അവിടെ പിടിച്ചു നിന്ന് 25,410 മുകളിലേക്ക് പോയാൽ ആ കഴിഞ്ഞ റാലിയുടെ ഒരു തുടർച്ചയുണ്ടാകുമോ? ആ വലിയ മുന്നേറ്റത്തിന് ശേഷം വന്ന ഈയൊരു തളർച്ച, ഇതൊരു താൽക്കാലികമായ ഒന്നാണോ അതോ പ്രോഫിറ്റ് ബുക്കിംഗ് ശക്തമായിട്ട് തുടരുമോ എന്നുള്ളതാണ് ചോദ്യം. അതെ, ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷേ 25,300 ലെവലിനോടുള്ള മാർക്കറ്റിന്റെ പ്രതികരണം നൽകിയേക്കും. വരും ദിവസങ്ങളിൽ ഇത് ശ്രദ്ധിക്കാം. ഈ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആലോചിക്കാവുന്നതാണ്. തീർച്ചയായും. ഈ വിശദമായ വിശകലനത്തിന് വളരെ നന്ദി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.